2024 മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ ഏത് എൻട്രൻസ് എക്സാമുകളുടെ റിസൾട്ട് എടുത്ത് നോക്കിയാലും അതിൽ ഏറ്റവും അഭിമാനമായി മുന്നിൽ നിൽക്കുന്നത് ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ വിദ്യാർത്ഥികളാണ് അല്ലേ. അപ്പൊ ഇന്ന് ഞാനിവിടെ ഒരു ഫാമിലിക്കൊപ്പമാണ്. ഇന്ന് ഇവിടേക്ക് എത്താൻ ഒരു വിശേഷം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ കീം ബിഫാമിന്റെ റിസൾട്ട് വന്നു. 1ാം സ്ഥാനം കരസ്ഥമാക്കി തോമസ് ജോസഫ് എന്ന വിദ്യാർത്ഥിയാണ് ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിനും കേരളത്തിനും ഒക്കെ അഭിമാനമായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പമാണ്, അദ്ദേഹത്തിന്റെ ഫാമിലിക്കൊപ്പമാണ്, ക്ലാസ് ടീച്ചറെ അഭിമാനത്തോടുകൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. നിറഞ്ഞ ചിരിയോടുകൂടിയാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇത്ര വലിയൊരു വിജയത്തിലേക്ക് എത്തിയ, അപ്പൊ ഇത്ര വലിയ നേട്ടം കൈവരിച്ച തോമസിനോട് നമുക്ക് ആ ഒരു അനുഭവങ്ങൾ ചോദിച്ചറിയാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, തോമസ് നീറ്റ് എഴുതിയിരുന്നു. നീറ്റിന് അദ്ദേഹം കരസ്ഥമാക്കിയ സ്കോർ എന്ന് പറയുന്നത് 690 ആണ്. വലിയൊരു സ്കോറാണ്. നമുക്കറിയാം 25 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ 690 എന്ന് പറയുന്ന ഒരു സ്കോർ കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബ്രില്യൻ്റ് ആയ ഈ ബ്രില്യൻ സ്റ്റുഡന്റിന് പറയാനുണ്ട്. ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് നേട്ടങ്ങൾ ഈ വർഷം കരസ്ഥമാക്കാൻ സാധിച്ചു. എന്ത് തോന്നി ഈ ഒരു നിമിഷം? സന്തോഷമുണ്ട്. ബ്രില്യൻ്റ് വളരെ നല്ലൊരു അവസരമാണ് തന്നിരിക്കുന്നത്. അവിടെ വന്ന് പഠിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ, ബിഫാമിന്റെ റിസൾട്ട് വന്നപ്പോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ എന്ത് തോന്നി? മീൻസ് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ മെയിനായിട്ട് നോക്കിയിരുന്നത് നീറ്റാണ്. ഞാൻ ഇപ്പം നീറ്റ് കഴിഞ്ഞു. ജൂണിലാണ് മറ്റേ കീമിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നു. അപ്പം മറ്റേ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും ചുമ്മാ പോയി എഴുതുക. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പേരൻസ് ഒക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. മകൻ പഠിച്ച് നല്ലൊരു സ്കോർ കരസ്ഥമാക്കുക, നല്ലൊരു മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം കരസ്ഥമാക്കുന്ന രീതിയിലേക്ക് നല്ലൊരു മിടുക്കനായിട്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുക്കുക. അപ്പൊ അതൊക്കെ ഒരു പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ആ ഒരു അഭിമാനം ഇവരുടെ ഒരു മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൗഡ് പേരൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മകൻ ഇത്ര വലിയൊരു നേട്ടം കൈവരിച്ചു, മിടുക്കനായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലെയൊക്കെ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നൊരു വിദ്യാർത്ഥിയാണോ? ചെറുപ്പം മുതലേ ഡോക്ടർ ആണെന്നൊന്നും പറയുന്നില്ലായിരുന്നു. എയ്റോനോട്ടിക് എഞ്ചിനീയർ ആകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. മാത്സിന് ഒത്തിരി എപ്പോഴും നല്ല മാർക്കും കിട്ടാറുണ്ട്. മാത്സിന് ഭയങ്കര പ്രാവീണ്യം കാണിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ എയ്റോനോട്ടിക്കലിൽ നിന്ന് എന്ന് മുതലാണ് MBBS എന്ന ലക്ഷ്യം മനസ്സിൽ രൂപം കൊണ്ടത്? 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലോട്ടായപ്പോഴാണ് ഞാൻ ഇനി ഡോക്ടറായ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊച്ചിന്റെ ഇഷ്ടമാണ്, നമുക്ക് താല്പര്യമുള്ളത് ഏതാണെങ്കിലും അത് പഠിച്ചാൽ മതി. അപ്പൊ നല്ലപോലെ പഠിച്ചാൽ ഏതിനാണെങ്കിലും നമുക്ക് പറ്റും. ചെറുപ്പത്തിലായിട്ട് നല്ലപോലെ പഠിക്കുമായിരുന്നു. നമ്മൾ പഠിക്കാൻ പറഞ്ഞുകൊണ്ടൊന്നും പുറകെ നടക്കേണ്ട കാര്യമില്ലായിരുന്നു. തന്നെ അവന്റെ ആവശ്യത്തിനുള്ള പഠിത്തം അവൻ തന്നെ ചെയ്തോളുമായിരുന്നു. അപ്പോ അന്ന് തൊട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചു, ഇപ്പൊ നല്ലൊരു സ്കോർ കരസ്ഥമാക്കി. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിന് പിന്നിൽ ബ്രില്യന്റിന് വലിയൊരു പങ്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മകൻ ലക്ഷ്യങ്ങൾ കാണുന്നു, സ്വപ്നങ്ങൾ കാണുന്നു. ആ സ്വപ്നത്തിന്റെ ഭാഗമാകാൻ ബ്രില്യന്റ് ഒപ്പം ഉണ്ടാവണം എന്നൊക്കെയുള്ള ഒരു ദീർഘവീക്ഷണം ആദ്യം ഉണ്ടായത് ആരാണ്? ബ്രില്യന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ മോനെ എത്തിക്കുന്നത്. ആ ഒരു സ്റ്റോറി പറയാം. പെങ്ങളുടെ മക്കളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എഞ്ചിനീയറിങ്ങിനും പിന്നെ MBBS-നും പോയവരുണ്ട്. അവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. ചേട്ടന്റെ മോള് എല്ലാരും അവിടെ പഠിച്ചിരുന്നവരാണ് ആണ്. അപ്പൊ നമുക്ക് അവിടെ നല്ലതായിട്ടുള്ള കോച്ചിങ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ പേരൻസ് ഒക്കെ വെളിയിലാണ് അവരുടെ. അപ്പൊ അവരുടെ ഗാർഡിയൻ ആയിട്ടുള്ളവർ ഞങ്ങളായിരുന്നു. അപ്പൊ അവിടുത്തെ ഈച്ച് ആൻഡ് എവരിത്തിങ് ആ പിള്ളേരുടെ കാര്യങ്ങളും നമ്മൾ നോക്കുന്നതുകൊണ്ട് റിസൾട്ട് അനാലിസിസ് എല്ലാം നമ്മൾ തന്നെയായിരുന്നു കാണുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഒരു ബോധ്യം കിട്ടിയത് ലൈക്ക് സ്വന്തം മോനെ അവിടെ തന്നെ നമുക്ക് വിടണം, അവന്റെ ലക്ഷ്യത്തിനും ഇവിടെ അല്ലെ സാധ്യമാക്കാൻ. അത് ബ്രില്യന്റ് അല്ലാതെ വേറൊരു ചോയ്സിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ബ്രില്യന്റ് അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ലാന്ന് തന്നെ പറഞ്ഞു. കാരണം ഇത്തവണത്തെ റിസൾട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 95% ബ്രില്യന്റിലെ സ്റ്റുഡൻസിനാണ് റിസൾട്ടിൽ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിലൊരാളാണ് തോമസ്. അക്കാഡമിക്സിലൊക്കെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു പഠനത്തെയൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരുന്ന രീതി? എങ്ങനെയായിരുന്നു ആസ് എ പേരന്റ് നമ്മൾ നോക്കിക്കാണുന്ന ഒരു വിഷൻ ഉണ്ടല്ലോ? അവന്റെ പഠനം പേരന്റ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വലിയൊരു ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല. അവൻ തന്നെ സമയം ഞങ്ങൾ ശ്രദ്ധിക്കട അല്ലെ പഠിക്കട എന്ന് മാത്രമേ അങ്ങനെ പറയാറ്, അത്രയേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അവൻ തന്നെയാണ് അവൻ്റെ കാര്യങ്ങൾ. നമ്മൾ വളരെ പോയി അധികം
സംസാരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുക എന്നും പറഞ്ഞ് പുറകെ നടക്കാറോ ഇല്ല. പിന്നെ തോമസ് മാത്സിന് പറഞ്ഞ പോലെ മാത്സിന് അവന് താല്പര്യം ഉണ്ടായിരുന്നു. അവന് 6ാം ക്ലാസ് മുതൽ ന്യൂ മാത്സ് പ്രോഗ്രാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അതിന് പോകുന്നുണ്ടായിരുന്നു. അപ്പം 6 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും 10 ദിവസം ക്യാമ്പിൽ ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പം അവന് മാത്സിനോടൊരു താല്പര്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് പകുതി വഴിയിൽ എപ്പോഴോ അത് മാറിയിട്ട് ബയോളജിയിലോട്ട് മാറുകയാണ് ഇത്. ബയോളജി ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു, അതിലൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ ഫാമിലിക്കൊപ്പം ഏറ്റവും അഭിമാനത്തോടുകൂടി ഇരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. നമ്മുടെ ബ്രില്യൻറ്റിലെ തന്നെ തോമസിന്റെ ക്ലാസ്മേറ്ററാണ്. തീർച്ചയായിട്ടും മിസ്സേ, ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെന്റ് ആണ്. നമ്മുടെ സ്റ്റുഡന്റിന് ബിഫാമിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നീറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോറായ 619 എന്ന് പറയുന്ന ഒരു സ്കോർ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ടീച്ചറിന് സ്വാഭാവികമായിട്ടും തോമസുമായിട്ട് ഇപ്പൊ ഈ ഒരു വർഷത്തെ കാലയളവിൽ ഒരു നല്ലൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു തോമസിന്റെ വേരിയേഷൻസ്, ടെൻഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് പല പീരീഡ്. എന്താ പറയാനുള്ള മിസ് ഈ ഒരു നിമിഷം? തോമസ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ് തോമസ്. ഞാനിപ്പോൾ വന്നിട്ട് 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തന്നെ അതേ സെയിം കൺസിസ്റ്റൻസി ആയിരുന്നു അവൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിരുന്നത്. ഫസ്റ്റ് അവൻ എങ്ങനെയാണോ ആ ഒരു ലെവൽ കീപ്പ് ചെയ്തത്, അതേപോലെ തന്നെ മുന്നോട്ടും പോകാൻ ആൾ ശ്രമിച്ചിരുന്നു. അത് തന്നെ അവൻ കീപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇടയ്ക്കൊന്ന് കുറയുമ്പോൾ ആൾക്ക് തന്നെ അറിയാം എന്താണ് പറ്റിയതെന്ന്. അത് അവൻ തന്നെ മാറ്റി അതിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അതോടൊപ്പം പരീക്ഷയ്ക്കാണെങ്കിൽ ആൾക്ക് വലിയ ടെൻഷൻസ് ഒന്നുമില്ല. കാരണം ഏറ്റവും ആദ്യം അവനായിരിക്കും എക്സാം എഴുതി കഴിയുന്നത്. നമ്മൾ കാണാമല്ലോ, നമുക്ക് എക്സാം നമ്മൾ വാല്യുവേഷൻ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ അവനായിരിക്കും കൂളായിരിക്കും. അപ്പം അങ്ങനെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ആദ്യത്തെ റിസൾട്ട് വന്നപ്പോഴേ ഞാൻ അവന്റെ മാർക്കാണ് നോക്കിയത്. പ്രതീക്ഷ ഫലം കണ്ടു എന്ന് തന്നെ പറയണം അല്ലെ. മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്, എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പേരൻസ് പറഞ്ഞു മാത്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇടയ്ക്ക് അമ്മയോട് ഷെയർ ചെയ്യും ദാറ്റ് എനിക്കൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം എന്നാണ് ആഗ്രഹം. എന്ന് വെച്ചാൽ പാതിയിൽ വെച്ച് പറയുന്നു അമ്മ അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു MBBS ലൈനിലൊക്കെ പോയാലോ എന്നുള്ള രീതിയിൽ അമ്മയുടെ ഇടയ്ക്ക് വെച്ച് സ്വപ്നങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ പെട്ടെന്ന് മാറി വന്നത്? ഒരു 9th ആയിരുന്നപ്പോൾ തൊട്ട് കുറെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു, ഈ ഡോക്ടേഴ്സ് ആവുന്ന അതിനെക്കുറിച്ചൊക്കെ. അപ്പം എനിക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നി, ഒരു ക്യൂരിയോസിറ്റി തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു 10th ആയിരുന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ തീരുമാനിച്ചു 11th 12th ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അപ്പോൾ തൊട്ട് തന്നെ ഞാൻ തുടങ്ങിയായിരുന്നു. 2 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു അല്ലേ? ലോങ് ടേം ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ഓക്കെ, അപ്പോൾ മോൻ പഠിച്ച സ്കൂളൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠിച്ചത് ഇമ്മാനുവൽസ് കോതനെല്ലൂർ സ്കൂളിലാണ്. സാറ്റർഡേ സൺഡേ ഞാൻ ബ്രില്യൻറ്റിലും വരുമായിരുന്നു കോച്ചിങ്ങിനായിട്ട്. ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ 2 വർഷം നമ്മൾ +1 +2 ഒക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു എൻട്രൻസ് പരിശീലനം നേടുന്നത് കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്നാണ് മോൻ റിയലൈസ് ചെയ്തത്? +1 +2ൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിലും നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് വരുന്നത്. കാരണം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സ്കൂളിലും നമുക്ക് പഠിക്കാനുണ്ട്. സെയിം അത് അതിനേക്കാൾ ഇച്ചിരി കൂടെ ഹൈ ലെവലിലാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത്. അപ്പം സ്കൂൾ അക്കാഡമിക്സിനെയും അത് നല്ലപോലെ തന്നെ സഹായിച്ചിരുന്നു. സ്കൂൾ അക്കാഡമിക്സിലൊക്കെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ബ്രില്യൻറ്റിന്റെ കോച്ചിങ്. സ്കൂളിലൊക്കെ എത്ര ഉണ്ടായിരുന്നു മാർക്കൊക്കെ +2? സ്കൂളിൽ എനിക്ക് 98.6%. അടിപൊളി, കൺഗ്രാറ്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിലും ബ്രില്യൻ്റ് ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 690 എന്ന് പറഞ്ഞൊരു സ്കോർ ലഭിച്ചപ്പോൾ മനസ്സിലൊരു ഡ്രീം ക്യാമ്പസ് ഉണ്ടാവുമല്ലോ, അതേതാണ്? ഞാൻ എയിം ചെയ്തിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വെയിറ്റ് ചെയ്യാണ് അല്ലേ? റിസൾട്ടൊക്കെ വന്നെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഒക്കെ ഒരു രീതി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ അല്ലെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മോൻ്റെ ഈ ഒരു 2 വർഷത്തെ പ്രിപ്പറേഷൻ ടൈമിൽ മോനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്തെല്ലാമാണ് ബ്രില്യൻറ്റിൽ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഫസേഴ്സ് 24/7 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലേണിംഗ് ആപ്പ് ഉണ്ട്. നമുക്ക് ഇപ്പം ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സെയിം ക്ലാസ് ക്ലാസ്സിലുള്ളതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ ആപ്പിൽ ഇൻഡെപ്ത് ആയിട്ട് മറ്റേ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനപ്പം വല്ല ടോപ്പിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ഞാനപ്പോൾ തന്നെ ഓൺലൈൻ ക്ലാസ് കാണുമായിരുന്നു. അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ തോന്നി. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും അത് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏറെ അഭിമാനത്തോടുകൂടെ മകൻ്റെ ഈ ഒരു വിജയത്തെക്കുറിച്ചൊക്കെ പേരൻസ് പങ്കുവെച്ച വാക്കുകൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഈ വിജയത്തിൽ എത്രമാത്രം സന്തോഷത്തിലാണ് നമ്മുടെ തോമസിൻ്റെ ക്ലാസ് മെൻറ്റർ എന്ന് നമ്മൾ കേട്ടു. അതിനേക്കാൾ ഏറെ ഏറ്റവും അഭിമാനപൂർവ്വം നമ്മോടൊപ്പം ഇന്നിരിക്കുന്ന ഒരാളാണ്. കാരണം സ്വപ്നം നേടിയെടുക്കാൻ ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ തോമസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രമാത്രം ആ വിദ്യാർത്ഥി MBBS അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്നൊരു ലക്ഷ്യത്തെ മുറുകെ പിടിച്ചു. ആൻഡ് ഫൈനലി അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്, സാധ്യമാകാൻ പോവുകയാണ്. അപ്പോൾ ഇനിയും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന്
ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നും ആശംസിക്കുകയാണ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.